പണ്ടുമായാവി എന്നൊരു സുരേശ്വരനുണ്ടായതു ഉമയൻ തന്നെ പുത്രനായി. എനിക്ക് വേഗം പോണം, ഡിസ്പെൻസറിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാ. സാരമില്ല, അവര് വേറെ നല്ല ഡോക്ടറെ കണ്ടോളൂ. താൻ വായിക്കേ. എന്റെ കയ്യില് രാമായണം ഇട്ടായിരിക്കണേ, എന്റെ ക്ഷമ ഇനി പരീക്ഷിക്കരുത്. താൻ വായിക്കടോ. എന്റെ ഈശ്വര, എന്താടോ ദേ രാമനുണ്ണി നിക്കണു. അതിന് അവന്റെ രാമായണം വായന കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യേ, ഇത്രയും പ്രായമായിട്ടും അവന്റെ രാമായണം വായന കേട്ടിട്ടില്ല എന്ന് പറയാൻ ഇല്ല ചങ്ങാതി. ഇപ്പൊ കൊണ്ടുവന്നേരാട്ടാ. ഞാൻ വെറുതെ നിൽക്കുക, കുറച്ച് നാളായി നിനക്ക് ഞാൻ വെച്ചിട്ട്. എന്താ കാര്യം? എന്താ കാര്യം? മുത്തശ്ശി പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലോ. ഇരിക്കണവിടെ പറഞ്ഞു വായിച്ചോളൂ. എടാ, രാമായണം വായിക്കാൻ നിന്നെ നന്നാക്കാൻ പറ്റുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വായിക്കേ. ആദ്യം മുതൽ വായിക്കണോ അതോ ഇടയ്ക്ക് വെച്ച് വായിച്ചാ മതിയോ? അവിടെ മുതൽ വായിച്ചാ മതി. ഉറക്ക വായിക്കണോ അതോ മനസ്സിൽ വായിച്ചാ മതിയോ? ഉറക്ക വായിക്കണോ. താളത്തിൽ വായിക്കാമല്ലേ? കിഷ്കിണ്ടിയാം പുരി പുക്കു വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ. എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ ബാലിയുടെ കാര്യം അങ്ങനെ ആലോചിച്ചിരുന്നു പോയതാ. ബാലിയുടെ കാര്യം ഒന്നും താൻ ആലോചിക്കണ്ട, വായിക്ക്. എന്തോ കോളേജിൽ പോയ നേരം വായനോ? അയ്യോ, ഞാൻ ഈ രാമായണം വായിച്ചിട്ട് വന്നാ പോരെ? പോരാന്ന്, പോയിട്ട് വരാം.